ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മൾ പ്രീമിയം കാർസും കൊണ്ടുവരാറുണ്ട്, ബജറ്റ് കാറും കൊണ്ടുവരാറുണ്ട്. അതായത് ലോ ബജറ്റ് കാറുകളും അത്യാവശ്യം പ്രീമിയം കാറുകളും ഉൾപ്പെടുന്ന അടിപൊളി ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ടോസ് യൂസർ കാറിലാണ് അപ്പോൾ നിൽക്കുന്നത്. നമ്മളെ മലപ്പുറം പെരിന്തൽമണ്ണ ഹൈവേയില് അരിപ്ര സ്കൂൾ പടി എന്നാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അല്ലേ? ശരി, അത് ടാറ്റന്റെ അടിപൊളി വണ്ടി അല്ലേ? ഈ വണ്ടിക്ക് പ്രത്യേകത നല്ല സീറ്റ് ഹൈറ്റ് ആണ്, എ സി നല്ല കൂളിംഗ് എന്ന് പറയുന്നത്, നല്ല കൂളിംഗ് ആണ്. ശരി, എന്താ വിശേഷങ്ങൾ വരുന്നത്? ഇത് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 89,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. സർവീസ് പക്കല്ലേ? അതെ, ഡിക്കി വരുന്ന ടൈപ്പാണ്. ഡിക്കി ഓപ്പൺ ആണ്. എനിക്ക് അത് ഉണ്ടായിരുന്നില്ല. ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് 130 വേരിയന്റ് ഏതാ വരുന്നത്? ഇത് വേരിയന്റ് XT കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മള് പ്രൈസ് വരുന്ന 130. നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം റുപ്യ വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 30,000 രൂപയ്ക്ക് ഇറക്കി കൊണ്ടാൻ പറ്റും. 1 ലക്ഷം വരെ ലോൺ കിട്ടുന്ന അടിപൊളി വണ്ടി. വീണ്ടും നാനോ ഡിസ്റ്റൻ അല്ലേ? ഇത് നാനോ ഡിസ്റ്റ് തന്നെയാണ്, പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആണ്. അത് ഓട്ടോമാറ്റിക് നാനോ. നാനോക്ക് കമ്പനിക്ക് 23 കമ്പനി മൈലേജ് പറയേണ്ടതുണ്ട്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു 21 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നവരുണ്ട്. ഇതിനെന്തായാലും കിട്ടും, ഗ്യാരണ്ടി. നാനോ ചെറിയൊരു ഓട്ടോമാറ്റിക് വണ്ടി കണ്ടിരിക്കുക. വിലയും അത്ര തന്നെ പ്രതീക്ഷ പോരെ? മതി. കാരണം ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. ഓട്ടോമാറ്റിക് പ്രതീക്ഷിക്കാം. ശരി, എങ്ങനെയാ വിഷയങ്ങൾ? ഇത് 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. വേരിയന്റ് വരുന്നത് ഇത് XTA ആണ് വേരിയന്റ് വരുന്നത്. മേജർ ആക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ചോദിക്കുന്ന പ്രൈസ് 2 ലക്ഷം റുപ്യാണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുത്തി കൊടുക്കുക. നമുക്കൊരു 60,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. 60,000 രൂപയ്ക്ക് അടിപൊളി നാനോ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. വേറെ റെഡി ടു യൂസ് അല്ലേ? ഒന്നും പറഞ്ഞല്ലോ. ടയറൊക്കെ എത്ര ഉണ്ട്? ടയർ പുതിയ ടയറാണ്. അപ്പൊ എടുക്കുന്ന ആൾക്കാർ 50,000 ലോട്ടറി 45 നോക്കണ്ട. 40,000 കിലോമീറ്റർ വരെ ഓടാലും ഫാമിലിക്ക് ലേഡീസിനൊക്കെ പറ്റി പ്രിഫർ ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി. ഈ വിലക്ക് ഓട്ടോമാറ്റിക് കാർ കിട്ടാനുണ്ടാവും അല്ലേ? അടുത്ത അടിപൊളി അൾട്ടോ 800 അല്ലേ? അതെ, വൈറ്റ് കളർ. 13 മോഡലാണ്. 14 രജിസ്ട്രേഷനിലുള്ള LXE ആണ് ഓപ്ഷൻ വരുന്നത്. LXE ഓപ്ഷൻ വരുന്ന വണ്ടി അല്ലേ? അപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. 140 നിലവിൽ ഓടിയിട്ടുണ്ട്. 140 ഓടിയിട്ടുണ്ട്. സർവീസ് കാര്യങ്ങൾ എങ്ങനെയാവും? അപ്പൊ അങ്ങനെയാണെങ്കിൽ സർവീസ് കാര്യങ്ങളൊക്കെ അൾട്ടോ ഒന്നും കൂടുതലും കമ്പനി സർവീസ് കയറില്ല, പക്ഷെ ഇത് കമ്പനി സർവീസോട് കൂടിയ വണ്ടിയാണ്. പൊതുവെ കയറാറില്ല, പക്ഷെ ഇത് കയറിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്, ആ കാര്യത്തിൽ നോക്കണ്ട. ശരി, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? അതിന്റെ ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്. ബോണറ്റ് മാത്രം? അങ്ങനത്തെ ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്, മെയിൻ ക്ലാസ് മാറിയിട്ടില്ല. ഇല്ല. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 175 നമുക്ക് മാക്സിമം ഒരു കസ്റ്റമർക്ക് പ്രൊഫൈൽ കറക്റ്റ് ആണ് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ പ്രൊഫൈൽ പക്കയാണെങ്കിൽ ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റിയ അടിപൊളി വണ്ടി അല്ലേ? അതെ. വേറെ ഒന്നും നോക്കാനല്ല വണ്ടിന്റെ കാര്യത്തില്. ശരി, അടുത്തേക്ക് പോവാം. വീണ്ടും മോഡൽ കൂടുതൽ അൾട്ടോ അല്ലേ? അതെ. 2020 മോഡലാണ്. 20 2020 LXE ആണ് ഓപ്ഷൻ വരുന്നത്. 50,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സർവീസ് ഒക്കെ വെക്കല്ലേ? അപ്പൊ കഴിഞ്ഞ മാസം വരെ ഇപ്പൊ ഇനി കമ്പനി വാറന്റി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. കമ്പനി വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയ വണ്ടി അല്ലേ? അതെ. ശരി, കാര്യങ്ങൾ എത്ര വരുന്നുണ്ട്? ടയർ കാര്യങ്ങളൊക്കെ ഒരു 60% ടയർ ഒന്നുമില്ല. ശരി, ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് 340 340 ചോദിക്കുന്നത് എന്തായാലും ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും. ലോൺ എത്ര കയറും? ഏകദേശം ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും അല്ലേ? അടിപൊളി പെട്രോൾ വണ്ടി. ശരി, എങ്ങനെയായാലും മൈലേജ് നമുക്ക് 20ന്റെ അടുത്ത് കിട്ടണം. 18 കിലോമീറ്റർ ഗ്യാരണ്ടിയാണ്. ശരി, അടുത്തേക്ക് പോവാം. പിന്നെയും അടിപൊളി മസിൽ പിടിച്ച വണ്ടി അല്ലേ? ഒരു വണ്ടിയാണ്, ഒന്നിൽ കൂടുതൽ സെലക്ഷൻ ഉണ്ട് അല്ലേ? അതെ, 2011 വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ടോപ്പ് എൻഡ് മോഡൽ ഓട്ടോമാറ്റിക് പിടിച്ച വണ്ടി. അത് മാനുവൽ ആയിരുന്നു, ഇത് ഓട്ടോമാറ്റിക് ആണ്. മുന്നേ കാണിച്ചത് മാനുവൽ, ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ശരി, ഓട്ടോമാറ്റിക് നമുക്കൊരു 14-15 വില കിട്ടില്ലേ? നമുക്കൊരു 15ന്റെ അകത്താ കിട്ടുള്ളൂ, കാരണം ഇത് 2500 cc വരുന്ന വണ്ടി. 2500 cc വണ്ടിയാണ്, 15ന്റെ അകത്ത് മൈലേജ്. പെർഫോമൻസ് വണ്ടിയിൽ കാണാൻ പറ്റും. അതെ, സർവീസ് കാര്യങ്ങളൊന്നും പേടിക്കണ്ടല്ലോ. സർവീസ് കാരണം ഇപ്പൊ നമ്മളിത് കമ്പനി സർവീസ് നമ്മൾ നോക്കിയിട്ടില്ല, കാരണം ഷെവർലെറ്റ് കമ്പനി സർവീസ് അവൈലബിൾ അല്ല. ഷെവർലെറ്റ് ആയതുകൊണ്ട് സർവീസ് നമ്മളിപ്പോ ഏത് വർക്ക്ഷോപ്പിലും സ്പെയർ അവൈലബിൾ ആണ്, സ്പെയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ശരി, ബാക്കി വിശേഷങ്ങൾ എന്തായിരുന്നു? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 290 290 ടോപ്പ് എൻഡ് മോഡൽ. അതെ, ഇത് ഏകദേശം ഒരു 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്തു. 2 വരെ ലോണും കയറും. ഏകദേശം ഒരു 90,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ശരി, അടിപൊളി വണ്ടി. അടുത്തേക്ക് പോവാം. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി വണ്ടികളൊക്കെ ചെറു വണ്ടികൾ എന്ന് പറയേണ്ടി വരും അല്ലേ? കുറച്ച് വലിയ വണ്ടിക്ക് എത്തിയിരിക്കുകയാണ്. ഓടി ഏതാ? ഓടി A4 ആണ് വരുന്നത്. ഓടി A4 2009 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്മൾ നമ്പർ ആക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു 8,70,000 രൂപയ്ക്ക് നിലവിൽ NOC വണ്ടി ഉണ്ട്. നിലവിൽ NOC നമ്മളെ പേരിൽ കിടക്കാണ്. അപ്പൊ കസ്റ്റമർക്ക് നമുക്ക് നേരെ
മോഡൽ 2009 മോഡൽ. 9 മോഡൽ അല്ലേ? ശരി. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല, ആകെ 60,000 കിലോമീറ്റർ സർവീസുകളാണ്. സർവീസ് അവൈലബിൾ ആയ വണ്ടി. അതെ. ശരി. ടയർ കാര്യങ്ങളൊക്കെ ഒരു 90% ടയർ കാര്യങ്ങളുണ്ട്. അത് നോക്കണ്ട, ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ലോൺ കയറും ഇതില്? ഇത് നമുക്ക് ലോണിന് കുറച്ച് ടൈം എടുക്കും, കാരണം ഇത് കസ്റ്റമറുടെ പേരിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതായത് പേരിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ശരി. റേറ്റ് നെഗോഷ്യബിൾ അല്ലേ? തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും. ശരി. NOC നമ്മൾ കൊടുക്കാൻ വേണ്ടി NOC വേണമെങ്കിൽ NOC കൊടുക്കാം, പേരിലേക്ക് മാറ്റിയിട്ടാണ് അതും തരാം. പേപ്പർ വർക്കിന്റെ ചെലവ് മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ? ഈ കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.70 മാറ്റം നമുക്ക് ചെയ്തു കൊടുക്കാം പ്രൈസില്. NOC കൊടുക്കുകയാണെങ്കിൽ 1.70 മാറ്റം പ്രൈസിൽ തന്നെ ഉണ്ടാവും അല്ലേ? ശരി. അടുത്തേക്ക് പോവാം. അടുത്തതും ഹോണ്ട ജാസിലേക്ക് എത്തിരിക്കാനല്ലേ? പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് ഡീസലാണ്. 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ കിടക്കുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. 1,00,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഇത് V ആണ് വരുന്നത്. V ഓപ്ഷനിൽ വരുന്ന വണ്ടി അല്ലേ? ശരി. ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,80,000 രൂപയാണ്. നമുക്ക് ഏകദേശം ഒരു 40-45,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 40-45,000. അതായത് ഈ ലോണ് തരുന്ന ടീം, അതായത് ബാങ്ക് ആണെങ്കിലും ആ വണ്ടിക്ക് അത്ര വാല്യൂ കാണുന്നോണ്ടല്ലേ നമുക്ക് അത്ര ലോൺ കിട്ടുന്നത്. ശരി. അടിപൊളിയുണ്ട്. റേറ്റ് കുറച്ചുള്ള ആണെന്നാലും ചെയ്ത് കൊടുക്കില്ല? തീർച്ചയായിട്ടും ചെയ്തു. വേറെ ഒന്നും നോക്കാനല്ലോ? എടുക്കുന്ന പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക വണ്ടി. അടുത്തേക്ക് പോകാം. ഇത് അടിപൊളി ബ്ലാക്ക് വാഗണർ അല്ലേ? എന്താ വിശേഷങ്ങള്? ഇത് 2010 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്? അതെ. അപ്പൊ ഏകദേശം ഒരു 13 വർഷമായിട്ടും ഒരൊറ്റാള് യൂസ് ചെയ്തതാണ്. കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണ്. എഞ്ചിൻ വരായിട്ട് നോക്കേണ്ടി വരുമോ? ഇല്ലല്ലോ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സർവീസ് കറക്റ്റ് ഉള്ളതാണ്. മൈലേജ് 15-16 കിട്ടില്ലേ? മൈലേജ് എന്തായാലും ഒരു 15-16 ലെവലിൽ എന്തായാലും കിട്ടും. പിന്നെ 2016 മോഡൽക്ക് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തട്ടിയിട്ട് മാറിയല്ലോ? അല്ല, 100% ഗ്യാരണ്ടി. 100% ഗ്യാരണ്ടി. അതായത് ഫേസ് മാറണം, പുതിയ മോഡൽ ആണെന്ന് കണ്ടപ്പോ അല്ലേ? അതായത് ആ റേറ്റിന് കണ്ടാല് പുതിയ മോഡൽ ഫേസ് മാറിയിട്ട് വണ്ടി അല്ലേ? ശരി. നമ്മള് 2,20,000 രൂപയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് VXi ആണ്. VXi മിഡിൽ ഓപ്ഷൻ വരുന്ന വണ്ടി. റേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. ലോൺ കയറും നമുക്ക്? ലോൺ ഏകദേശം നമുക്ക് ചെറിയ പൈസ എന്തെങ്കിലും 1,00,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു. 1,00,000 വരെ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി അല്ലേ? ശരി. അടുത്തേക്ക് പോവാം. ടാറ്റന്റെ അടിപൊളി വണ്ടി അല്ലേ? ടാറ്റ ടിയാഗോ ആണ് വരുന്നത്. ഇത് പെട്രോൾ വണ്ടിയാണ്. മൈലേജ് നമുക്ക് ഒരു 15-16 കിട്ടും. ഒരു 17-18 റേഞ്ചിൽ എന്തായാലും കിട്ടും. അതെ. ശരി. 56,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ഇത് ഏകദേശം നമുക്ക് കസ്റ്റമർക്ക് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടി. അതെ. നല്ല കസ്റ്റമർ ആണ് വിചാരിച്ചാല് ഒരു 10-20 രൂപ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അത്യാവശ്യം വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡയറൊക്കെ വരുന്നുണ്ട്. അതെ. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം നോക്കി ഏകദേശം 100% ടയർ കാര്യങ്ങൾ തന്നെ പറയാം. എടുക്കണവർക്ക് ഒരു പണിയില്ല. വേണമെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫൈലാണ്, പൈസ അങ്ങോട്ട് തരാം കൊണ്ടേക്കോളിലെ. തീർച്ചയായിട്ടും. ശരി. ഇതും പറഞ്ഞ 7.5 ലോണ് കയറും. ശരി. അടുത്തേക്ക് പോവാം. i20 ഫസ്റ്റ് ഫേസോട് കൂടി വരുന്ന വണ്ടി അല്ലേ? ക്യൂഡിക് i20 2012 മോഡലാണ്. ഡീസൽ ആണോ പെട്രോൾ? ഡീസലാണ്. തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിലുള്ളത്. 1,20,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. സർവീസ് കറക്റ്റ് ആണ്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഒരു വർക്കോ കാര്യങ്ങളൊന്നുമില്ല. എടുക്കേണ്ട ഒരു വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ശരി. ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് 2.85 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് കൊടുക്കണം. ശരി. എത്ര ലോൺ കയറും? ഇതുമ്പോ നമുക്ക് ഏകദേശം 2 വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 70,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കും. 70,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റിയ i20 ഫസ്റ്റ് ഫേസോട് കൂടി അടിപൊളി വണ്ടി അല്ലേ? യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത ഹോണ്ട സിറ്റിയിലെ പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് പെട്രോൾ വണ്ടിയാണ്. മൈലേജ് നമുക്ക് 18 കിട്ടോ? ഇല്ല, ഒരു 15-16 കിട്ടും. ശരി. 2015 മോഡലാണ്. 2015. അതെ. 84,000 കിലോമീറ്റർ ഓടിയ ഫോർത്ത് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അപ്പൊ എഞ്ചിൻ പരമായിട്ട് നോക്കണം? എഞ്ചിൻ പരമായിട്ട് ഒന്നും നോക്കണ്ട. ശരി. ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മള് ഏകദേശം നമുക്ക് ഇത് നല്ല കസ്റ്റമർ ആണ് നമുക്ക് ഫുൾ ലോണിലെ വണ്ടിയാണ്. ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ ഹോണ്ട സിറ്റിയിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നും വരുന്നില്ല. ഡയറൊക്കെ ഉണ്ട്, ഓടിയാ മാത്രം. ടയർ കാര്യങ്ങളൊക്കെ ഒരു 70% ടയർ ഉണ്ട്. എടുക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. പിന്നെ പുതിയ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. റേറ്റ് നെഗോഷ്യബിൾ ആണ്? തീർച്ചയായിട്ടും. ശരി. ലോൺ എത്ര പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഫുൾ ലോണിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ ഹോണ്ട സിറ്റി അല്ലേ? അതെ. ശരി. അടുത്തേക്ക് പോവാം. ടൊയോട്ടന്റെ അടിപൊളി വണ്ടി അല്ലേ? 2012 മോഡല് വിറ്റ്യോസ് GD. പെട്രോൾ ആണോ ഡീസലാണോ? ഡീസലാണ്. റീ വണ്ടിയാണ്. ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയിട്ട് നമ്മള് നമ്പർ ആയ വണ്ടിയാണ്. 5 വർഷം മുന്നേ നമ്പർ ആയ വണ്ടിയാണ്. അതെ. നമ്മള് ചോദിക്കുന്ന പ്രൈസ് 2,70,000 രൂപയാണ്.
നമുക്ക് ഏകദേശം ഒരു 25 റുപ്യ ഡൗൺ പേയ്മെന്റ് 2.5 വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ശരി, സർവീസ് ഒന്നും പേടിക്കാനില്ലല്ലോ. സർവീസ് എന്താ അറിയോ, നമ്മളിത് പുറത്ത് വണ്ടി ആവുകൊണ്ട് നമ്മൾ സർവീസും കാര്യങ്ങളൊന്നും കിലോമീറ്ററിന്റെ കാര്യത്തിൽ ജനറേറ്റ് കൊടുക്കുന്നുണ്ടോ? എങ്ങനെ കിലോമീറ്ററിന്റെ കാര്യത്തിൽ കാരണം നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എഞ്ചിൻ പരമായിട്ട് ഇല്ല, നിലവിൽ വർക്കോ കാര്യങ്ങളോ ഇഞ്ചൻ പരമായിട്ടുള്ള കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. എഞ്ചിൻ പക്കയാണ്. ഇഞ്ചൻ പക്കയാണ്. അത് ഇനി നമ്മൾ പറയണ നോക്കണ്ട, കാരണം കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വർക്ക്ഷോപ്പ് ഷോറൂം ഒക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് 100% ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കാം. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു വൈബിന് വേണ്ടിയിട്ട് ആ കിലോമീറ്റർ ഗ്യാരണ്ടി നമ്മൾ നോക്കില്ല. ബാക്കിയുള്ള കേരള വണ്ടിയിലൊക്കെ നമ്മൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരി, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, പക്കാ വണ്ടി. അലവിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അലവിൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്ത്. അടുത്തൊരു മസിൽ പിടിച്ച വണ്ടി അല്ലേ? അതെ അതെ, ഫോർഡിന്റെ എക്കോസ്പോർട്ട് 2013 മോഡലാണ്. പെട്രോൾ ആണോ ഡീസലാണ്? ഡീസൽ വണ്ടി. 15-16 കിട്ടും. അതെ അതെ, ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. 1,65,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. സർവീസ് വെക്കല്ലേ? സർവീസ് കറക്റ്റ് ആണ്. ഇത് നമ്മള് 3,80,000 റുപ്യ ചോദിക്കണേ. അതായത് ഒരു ഷിഫ്റ്റിന്റെ ഒക്കെ റേഞ്ചിൽ വരുന്ന ഒരു ടൈപ്പ് വണ്ടി. അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റിയ വണ്ടി അല്ലേ? അത്യാവശ്യം കട്ടറൊക്കെ എടുത്തടിച്ച് ചാടിക്കാൻ പറ്റിയ വണ്ടി. പിന്നെന്താ, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യം ഒന്നും വരുന്നില്ല. വേറെ കാര്യങ്ങൾ എടുക്കുന്നതാക്കി മാറ്റേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. ശരി, റേറ്റ് നെഗോഷ്യബിൾ അല്ലേ? ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ലേ? ഇത് നമുക്ക് കസ്റ്റമർക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 100% ലോൺ ഇറക്കി കൊടുക്കാം. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ അടിപൊളി വണ്ടി. ശരി, ഡീസൽ വണ്ടി. അടുത്തേക്ക് പോവാം. അടുത്തൊരു ബൊലേറോ അല്ലേ? അതെ, 2009 മോഡലാണ്. പക്ഷെ 17ക്ക് നമ്മള് ഈ പറഞ്ഞ തന്നെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ 100% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 5 അലൈവിയില് കാര്യങ്ങള് ഇന്റീരിയലൊക്കെ ഫുള്ള് എല്ലാ വർക്കും ചെയ്താണ്. SLX ആണ് ഓപ്ഷൻ വരുന്നത്. പവർ ഷെയറിംഗ് കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അതായത് 4 ഡോർ പവർ വിൻഡോ കയറ്റിയിട്ടുണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം അമ്മാരി പണിയെടുപ്പിച്ച വണ്ടിയാണ്. അടിപൊളി. മൈലേജ് നമുക്കൊരു 14-15 കിട്ടും. അതെ അതെ, ആ റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും. TA ആണ് ഇഞ്ചൻ വരുന്നത്. അപ്പൊ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല ആ കാര്യത്തിൽ ഗ്യാരണ്ടി. എഞ്ചിൻ പരമായിട്ട് എങ്ങനെ സർവീസ് കാര്യങ്ങൾ എങ്ങനെ? ഇതിന്റെ സർവീസ് പറഞ്ഞാൽ കറക്റ്റ് കമ്പനി സർവീസ് ഒന്നല്ല. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇഞ്ചൻ 100% പക്ക ഇതാണ്. കാരണം ഞാൻ കസ്റ്റമർ ഒന്ന് നോക്കിക്കോട്ടെ, നോക്കി വർഷം നമ്മളെ ഭാഗത്ത് പക്ക ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ശരി, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പറയട്ടെ. അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 3.30 ചോദിക്കണേ. 3.30 ചോദിക്കുന്നു. റേറ്റ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കല്ലോ? ഇത് നമുക്ക് ലോൺ ചെയ്യൽ നടക്കൂല. നമുക്ക് റെഡി ബൈസിക്കുള്ള പരിപാടിയുള്ളൂ. ഏതായാലും റെഡി ബൈസിക് ആയതുകൊണ്ട് റേറ്റിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ശരി, അടുത്തേക്ക് പോവാം. അത് റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന ആൾക്കാരുടെ മനം കയറുന്ന കളറിലെ വണ്ടിയിലെ. അതെ അതെ. എന്താ വിശേഷങ്ങളായിരുന്നു? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 50,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഒരു 50% ഉണ്ട്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഏകദേശം അല്ല, ഇത് ഒരു 40,000 റുപ്യന്റെ ക്ലെയിം ഉണ്ട് വണ്ടിക്ക്. 40,000 ക്ലെയിം ഇൻഷുറൻസിൽ പെട്ടിട്ടുണ്ട്. എന്താണാവോ? അത് റേഡിയേറ്റർ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബമ്പർ. റേഡിയേറ്റർ ബമ്പർ അപ്രോണിക്ക് എത്തിയുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഗ്യാരണ്ടി റേഡിയേറ്റർ ബമ്പർ മാത്രം മാറിയിട്ടുള്ളൂ. അപ്രോണിലൊന്നും വർക്ക് എടുത്തിട്ടില്ല. അടിപൊളി വണ്ടി. അപ്പൊ ആ റേറ്റിൽ ആ മാറ്റം കാണാലോ അല്ലെ? തീർച്ചയായിട്ടും. ഇത് നമ്മള് 5,40,000 റുപ്യാണ് ചോദിക്കണേ. 5.40 ചോദിക്കുന്നു. റേറ്റ് ചെയ്ത് കൊടുക്കും. അതെ അതെ. ഒരു 30,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമറിന് ഇറക്കി കൊടുക്കാം. 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഷിഫ്റ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന വണ്ടി അല്ലേ? സ്റ്റാർ കാര്യങ്ങൾ എടുക്കുന്നതൊക്കെ മാറ്റണോ? ഇല്ലല്ല, വേണ്ട. ഏകദേശം ടയർ കാര്യങ്ങളൊക്കെ 60% ടയറും വരുന്ന വണ്ടി. ഓക്കെ, ശരി, അടുത്തേക്ക് പോവാം. ഇത് കാണാൻ പോകുന്ന നമ്മുടെ അട്ടിക ഡീസലിൽ റയർ പീസാലേ? അവസാന നിമിഷത്തിൽ ഇറങ്ങിയ വണ്ടി. 2019 മോഡലാണ്. ഏറ്റവും ലാസ്റ്റ്. ഇതിന് ശേഷം വണ്ടി ഇറങ്ങിയിട്ടില്ല, ഡീസൽ കിട്ടാനില്ല. പക്ഷെ റേറ്റിൽ എല്ലാരും നല്ല മസിൽ പിടിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ കുറച്ച് നമ്മളും കസ്റ്റമർ എടുത്ത് അങ്ങനെ വാങ്ങുന്നില്ലേ? ശരി, നിങ്ങൾ മാക്സിമം കസ്റ്റമർ എടുത്ത് ചവിട്ടി വാങ്ങണം. അത് നമുക്ക് തരണ്ടേ? 2019 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ വണ്ടി. അതെ, 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ZDI ആണ് ഓപ്ഷൻ വരുന്നത്. നമ്മള് ചോദിക്കുന്ന പ്രൈസ് 10,90 ആണ്. ടയർ എടുക്കുന്ന മാറണ്ട, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ 10,90 ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 9.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 9.5 വരെ ലോണും കിട്ടാവുന്ന അടിപൊളി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ അതെ.